നമസ്കാരം. ഞാൻ എൻ്റെ മുടി എങ്ങനെ ചോപ്പിക്കുന്നത് എന്നുള്ള റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്, കുറച്ച് കഞ്ഞിക്കൂർക്കളുടെ നീരെടുത്തിട്ടുണ്ട്, അതേപോലെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. കാപ്പിപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഒരു ടീസ്പൂണോളം കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 2-3 ടീസ്പൂണോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കഞ്ഞിക്കൂർക്കളുടെ ഇലയാണ്, ഇതിൽ നിന്ന് എടുത്ത നീരാണത് കേട്ടോ. അപ്പോൾ കുറച്ച് ഹെന്ന പൗഡർ, അതേപോലെ ചായപ്പൊടി നമുക്ക് നല്ലോണം തിളപ്പിച്ചിട്ട് നീരെടുക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം എടുക്കണം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഞ്ഞിക്കൂർക്കളുടെ നീരധികം ഒഴിച്ചു കൊടുത്തു, അതേപോലെ കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച ചായപ്പൊടിയുടെ വെള്ളം കൂടെ അതിൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ കഞ്ഞിക്കൂർക്കളുടെ നീരെടുക്കുന്നത് ജലദോഷം നീരിറക്കുന്നത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെടുക്കുന്നത്. അതേപോലെ കഞ്ഞിവെള്ളം എടുക്കുന്നത് നമുക്ക് മുടിയുടെ ഗ്രോത്തിനോ മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് കാപ്പിപ്പൊടി എടുക്കുന്നത് മുടിയുടെ ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് അടച്ച് വെക്കണം. എന്നെങ്കിലുള്ളൂ ഇത് നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ചായപ്പൊടി എടുത്തിട്ടുള്ളത് നമുക്ക് മുടിയുടെ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ഒരു ചീർപ്പും എടുത്തിട്ട് ഇതേപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂർ നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം. എങ്കിലുള്ളൂ നമുക്ക് മുടി നല്ലോണം ചുവപ്പ് വരുള്ളൂ. ഇങ്ങനെ ഇപ്പം ഞാൻ എല്ലായിടത്തും ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. നല്ലോണം മുടി ചുവക്കും. കുളി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നല്ല ചുവപ്പായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.